പക്ഷോ നല്ല എരിവുള്ള അച്ചാറാണ് ഇത്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇച്ചിരി ചോറും ഇച്ചിരി തൈരും പിന്നെ ഈ അച്ചാറും സ്വർഗമാണ്, സ്വർഗം. പക്ഷെ പേടിക്കണ്ട, ഇത് എരിവ് കുറച്ചുണ്ടാക്കാനുള്ള വിദ്യയും പറഞ്ഞു തരാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇതവിടെ അച്ചാറിന് വേണ്ടി 200 ഗ്രാം പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത്, വട്ടത്തില് ഒരു ചെറിയ തിക്നെസ്സോട് കൂടി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിന് ആ പിക്കിളിന്റെ ജ്യൂസ് ഹോൾഡ് ചെയ്യാൻ പറ്റണം. ഇനി ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. കടുക് 3 ടീസ്പൂൺ, നല്ല ജീരകം 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആവാം, ഉലുവ 1.5 ടീസ്പൂൺ, കുരുമുളക് മണികൾ 10 എണ്ണം, പെരിഞ്ജീരകം 1.5 ടീസ്പൂൺ. ഇതിലും കുറച്ചുകൂടിയൊക്കെ അളവ് ആവാം കേട്ടോ, പക്ഷെ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ 200 ഗ്രാം പച്ചമുളകിന്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ ഇത് എന്താണ് ഇങ്ങനെയെന്ന്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാണ്. പക്ഷെ നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പാനിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ, അല്ലെങ്കിൽ കടുക് പൊട്ടി തുടങ്ങുന്നത് വരെ അങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഒന്ന് കൂൾ ഡൗൺ ആയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അതേ പാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക്, അതിലേക്ക് ഒരു 50 മില്ലി എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് അവര് കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ വയറിന് പറ്റാത്തത് കൊണ്ട് നമുക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൽ കടുകും ഉലുവയും ചേർത്തതാണ്. പക്ഷെ താളിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കുകയാണേ. അത് രണ്ടും പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് ചേർത്ത് ഫ്രൈ ചെയ്യുന്നത് ഒഴിവാക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പച്ചമുളകിന്റെ എരിവ് ഒരല്പം കുറഞ്ഞു കിട്ടും നമുക്ക്. നേരത്തെ ചേർത്ത കുരുമുളകും ഒന്ന് കട്ട് ചെയ്യുന്നത് വഴി ഈ അച്ചാറിന്റെ എരിവ് ഒന്നുകൂടെ കുറയ്ക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു 3-4 ടേബിൾ സ്പൂൺ പച്ചമാങ്ങയുടെ കഷ്ണം കൂടെ ചേർക്കുന്നുണ്ട്, പുളിപ്പുള്ളത്. ഇനി ഒരു 20 സെക്കൻഡ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമാങ്ങ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും, പച്ചമുളകിന്റെ സ്പൈസിനെസ് ഒന്നുകൂടെ കുറയും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. എനിക്ക് ഈ അച്ചാറിന്റെ നിറം അങ്ങ് വല്ലാതെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമില്ല. പച്ചമുളകിന്റെ ആ പച്ച നിറം കുറച്ച് നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇത്രയും മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതും എരിവാണ്. എരിവ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ചുമന്ന മുളക് പൊടി ചേർക്കുന്നത് ഒഴിവാക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാം. വറുത്തെടുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ, കായത്തിന്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ. വേണമെങ്കിൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെയും ചുമന്ന മുളക് പൊടിയുടെയും കായത്തിന്റെയും പച്ചപ്പ് ഒന്ന് പോകുന്നത് വരെ ഏകദേശം ഒരു 10-12 സെക്കൻഡ് അത്രേ വേണ്ടി വരുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ വഴറ്റല് കണ്ടിന്യൂ ചെയ്യാം. ഈ മസാല ഇനി കുക്കാകാനൊന്നും ഇല്ലല്ലോ, നമ്മൾ വറുത്ത് പൊടിച്ചതല്ലേ. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം തീ ഓഫ് ആക്കുക, അല്ലെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സിന്തറ്റിക് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം ഏതെങ്കിലും നാച്ചുറൽ വിനെഗർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. കഴിഞ്ഞില്ല കേട്ടോ. ഇനി താളിക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് ഒരു 100 മില്ലി എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ ഇറക്കി വെച്ച അച്ചാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ ക്യാമറ ഓഫായി പോയി, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്. അച്ചാറ് നന്നായി കൂൾ ഡൗൺ ആയ ശേഷം ഉണങ്ങിയ നല്ല ക്ലീൻ ആയിട്ടുള്ള കുപ്പിയിലേക്ക് ചേർത്ത് അടച്ചു വയ്ക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 1 മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ ലോങ് ടൈം വരെ ഇരിക്കും. പച്ചമുളകിന്റെ
എരിവ് കുറയ്ക്കാൻ അത് നന്നായിട്ട് ഫ്രൈ ചെയ്താൽ മതി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? പിന്നെ ബാക്കി ടിപ്സും എരിവ് കുറയ്ക്കാനുള്ളത്. അപ്പൊ എല്ലാരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.